വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവിക മൂല്യങ്ങൾക്കായി ജീവിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിതത്തിൽ മുൻപോട്ട് പോവുകയും ചെയ്യുക എന്നത് ദൈവവചനത്തിലും അതുമാത്രമല്ല ദൈവത്തിൻ്റെ മുമ്പിലും എപ്പോഴും പ്രസക്തിയുള്ളതും വിലയേറിയതുമാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് നാം മറന്നു പോകരുത്. എന്നാൽ ലോക ജീവിത യാത്രയിൽ പലപ്പോഴും നമ്മളിൽ അനേകർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായി ലോകത്തിലും ലോകത്തിലുള്ളതിനും പ്രാധാന്യം കൽപ്പിച്ച് ഒരായുസ്സിൻ്റെ മണിക്കൂറുകൾ പലപ്പോഴും മാനുഷിക ചിന്തകൾക്ക് അനുകൂലമായി ജീവിച്ച് നമ്മളുടെ ആയുസ് തീർത്തു കളയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ സാക്ഷ്യം പ്രാപിച്ചു. പലപ്പോഴും നാം ചിന്തിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. ദൈവത്തെ പ്രസാദിപ്പിച്ചാണോ നാം ജീവിക്കുന്നതെന്ന് നമ്മളുടെ ജീവിതയാത്രയിലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പ്രാപിക്കുന്നവരായി തീരേണ്ടിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, കർത്താവ് സകലതും സൃഷ്ടിച്ചവൻ, മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനാകുന്ന കർത്താവ്. അതെ, നാം ആരാധിക്കുന്ന, നാം സ്തുതിക്കുന്ന, നാം മഹത്വം കരേറ്റുന്ന വലിയവനാകുന്ന ദൈവം സകലതും സൃഷ്ടിച്ചവനാകുന്ന ദൈവമാണ്. അപ്പോൾ താൻ മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നാം പ്രസാദകരമായി ജീവിക്കുന്നവരാണോ എന്ന് നാം ദൈവസന്നിധിയിൽ തീരുമാനിക്കുകയും അതിനനുസാരമായി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്നത് വളരെ അനിവാര്യമാകുന്ന വിഷയമാണ്. പിന്നെയും ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഒരുവന് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുന്നവനായിരിക്കണം. അല്ല, നാം നമ്മുടെ ജീവിതയാത്രയിൽ ഉദാസീനതയോടുകൂടി കാര്യലാഭത്തിനു വേണ്ടിയാണോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഹിതത്തിനായി നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? നമുക്കിവിടെ വായിക്കുവാൻ ഇടയായി തീർന്നത്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന്, മരിക്കുന്നതിന് മുമ്പേ അവൻ സാക്ഷ്യം പ്രാപിച്ചു എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം സംഭരിച്ചു വച്ചിട്ടുള്ളതുമായ എല്ലാ കാര്യങ്ങളും അവസ്ഥകളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് അനുയോജ്യമായിട്ടാണോ നാം സമ്പാദിക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1. 2. നമ്മുടെ പ്രവൃത്തികൾ. 3. നമ്മുടെ ജീവിതം. 4. നമ്മുടേതാകുന്ന അവസ്ഥകൾ എല്ലാം ദൈവത്തിന് ഹിതകരമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ലോകത്തിൽ ഉള്ളത് സകലതും നേടിയിട്ടും നമ്മുടെ ആത്മാവ് നിഷ്ഫലമായി പോയാൽ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാതെ നമ്മുടെ ജീവിതം പ്രയോജനരഹിതമായാൽ, ഈ ആയുസ് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം അവസാനിക്കുകയും പിന്നത്തേതിൽ മുൻപോട്ടുള്ള നിത്യത എന്ന് പറയുന്ന, അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിങ്കിൽ നാം എടുക്കപ്പെടാതെ ആകുകയും ചെയ്യും. ആയതിനാൽ വിശ്വാസത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ നമ്മുടെ ഈ ആയുസ് നാം അതിനുവേണ്ടി ചിലവിടേണ്ടിയിരിക്കുന്നു.
വിശ്വാസത്താൽ നാം ദൈവസന്നിധിയിൽ ജീവിക്കുമ്പോൾ ഒന്ന്, വിശ്വാസത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയുന്നു. മാത്രമല്ല, വിശ്വാസത്തോടുകൂടെ ജീവിക്കുന്ന ഒരു ദൈവഭക്തൻ എന്ന് പറയുമ്പോൾ അവൻ മരണം കാടാതെ എടുക്കപ്പെടുവാനിടയായിത്തീരും. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ മരണം കാടാതെ എടുക്കപ്പെടുക എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏത് നിർണായകമാകുന്ന ഒറ്റപ്പെടലുകളുടെ നടുവിലൂടെ നടന്നു നീങ്ങിയാലും ആ സമയങ്ങളിൽ ദൈവത്തിൻ്റെ സഹായം തന്നോട് കൂടെയിരിക്കും. അതേ, മരുഭൂമിയിൽ ആടുകളെ മേയിച്ച് നടന്നു പോകുന്ന മോശ എന്ന ദൈവമനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടലുകളുടെ നടുവിലാണ് താൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ദൈവത്തിന് തന്നെ ഉപയോഗിക്കുവാൻ സമയമായപ്പോൾ ആ മരുഭൂമിയിൽ മുൾപ്പടർപ്പിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് തന്നോട് സംസാരിക്കുകയും ദൈവാലോചനകൾ തനിക്ക് നൽകിക്കൊടുത്ത് തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനെ മരുഭൂമിയിൽ നയിപ്പാനും മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാനും ദൈവം തന്നെ നിയോഗിക്കുകയും ചെയ്തു. ഇന്നെന്നെ കേൾക്കുന്ന ഏത് ദൈവവൈതലാണെങ്കിലും വ്യക്തിയാണെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടലോ കടഭാരമോ തകർച്ചയോ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെ കുടുംബ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബാധ്യതകൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന് നിന്നെ വിളിച്ചിറക്കുവാനുള്ള സമയത്തിനായി കാത്തിരുന്ന് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി പ്രതീക്ഷയോടെ വാഞ്ചിക്കുന്നുവെങ്കിൽ മോശയെ മരുഭൂമിയിൽ നിന്ന് കൊണ്ടുവന്ന് രാജകൊട്ടാരത്തിൽ നിർത്തി രാജാവിൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തിക്കായി നിലനിർത്തിയതുപോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, മരണം കാണാതെ എടുക്കപ്പെട്ടതുപോലെ നോഹ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു, ദൈവം അവനെ എടുത്തുകൊണ്ട് പോയതുപോലെ കായീനിനേക്കാൾ വിശ്വാസത്താൽ ഹല്ലേലൂയ വിശ്വസ്തമായ യാഗം കഴിപ്പിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ഹാബേൽ ദൈവസന്നിധിയിൽ പ്രസാദം പ്രാപിച്ചതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് ശേഷിപ്പിക്കുന്ന അവസരങ്ങൾ, ആയുസ്സുകൾ, സമയം ദൈവനാമത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുവാൻ, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ മാത്രം ദൈവസന്നിധിയിൽ ആത്മീയ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് വിശ്വാസികൾ നഷ്ടപ്പെടുന്ന ഈ ലോകത്തിൽ വിശ്വസ്തന്മാർ കുറഞ്ഞു പോകുന്ന ജീവിത സാഹചര്യത്തിൽ വിശ്വസ്തരായി ക്രിസ്തുവിന് വേണ്ടി ദൈവഭക്തരായി ജീവിപ്പാൻ നമ്മേവരെയും ദൈവം സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനമാകുന്ന ഹല്ലേലൂയ നിൻ്റെ വചനം കേട്ട ഈ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വസ്തരായി സത്യത്തോടെ നിർമ്മലതയോടെ ദൈവിക വാഞ്ചയോടെ ലോകത്തിൽ ലാഭമായിരിക്കുന്ന പലതും വിട്ടൊഴിഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ ഈ ആയുസ്സിൽ വീണ്ടും ഞങ്ങൾക്ക് അവസരം തരണമേ. ഞങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രതിസന്ധികൾ, കഷ്ടങ്ങൾ, അനർത്ഥങ്ങൾ അതിനെയൊക്കെ ജയിച്ച് വിശ്വാസത്താൽ മുന്നേറുവാൻ ആവശ്യമായ ദൈവിക ബലം ഈ ദിവസങ്ങളിൽ സ്വർഗം ഞങ്ങളുടെ മേൽ കൽപ്പിച്ചാക്കണമേ. എല്ലാ പോരുകളെയും ശാസിക്കണം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. നിന്റെ ജനത്തെ ഇന്ന് രാവിലെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ സമാധാനം നിന്റെ ജനത്തിൻ്റെ മേൽ കർത്താവ് കൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.